ിരിക്കുന്ന ഹൈക്കോടതി കൊച്ചിയിലാണല്ലോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള വിധി തന്നെയാണ്. നമുക്കറിയാം, പുരുഷന്മാർക്കെതിരെ ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയും പുരുഷൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പോലും അന്വേഷിക്കാതെ പുരുഷനെ സംശയത്തിന്റെ നിഴലിലും അല്ലെങ്കിൽ കുറ്റവാളി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിയമ സംവിധാന വ്യവസ്ഥയുള്ള ഒരു നാട്ടിൽ നമ്മുടെ ഈ കോടതി ഇന്നെടുത്തിരിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഇന്നെടുത്തിരിക്കുന്ന ഒരു നീതി എന്ന് പറയുന്നത് ഇരട്ട നീതിയല്ല, തുല്യ നീതിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ ഈ വാർത്ത പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അതായത് വെനൻ ടി വിയുടെ ഓരോ അപ്ഡേഷൻസും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. ഞാൻ ഈ വെനൻ ടി വിയുടെ ഒരു സബ്സ്ക്രൈബർ ഒന്നുമല്ല, ഞാൻ ഈ വെനൻ ടി വിയിൽ വരുന്ന അപ്ഡേഷൻസ് നോക്കും. അതായത് വേടനെതിരെ ഒരു പരാതി വരുമ്പോൾ എന്താണ് വെനൻ ടി വി പറയുന്നതെന്നും പിന്നീട് ഈ പരാതിക്ക് ശേഷം കോടതി ഒരു ഹർജി പരിഗണിക്കുന്ന സമയത്ത് കോടതി ഒരു കാര്യം പറയുമ്പോൾ ഇവരെന്താണ് അതിനെപ്പറ്റി പറയുന്നത് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ രാവിലെ കോടതി പരിഗണിക്കുന്ന, അതായത് കോടതി ഹർജി പരിഗണിക്കുന്ന സമയങ്ങളിൽ ഇവരൊരു വാർത്തയിടും, ഈ ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ